നോമ്പെടുക്കുന്ന കാരണത്താൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് 400% വരെ കൂടുന്നതായിട്ടാണ് പഠനങ്ങൾ പറയപ്പെടുന്നത്. മനുഷ്യർക്ക് പൊതുവെ വരാൻ ചാൻസ് ഉള്ള ഓർമ്മക്കുറവ്, മാനസികമായ തളർച്ച, പാർക്കിൻസൺ ഡിസീസ്, ഡിമെൻഷ്യ, സംസാരശേഷിയും മറവിയും ഒരുമിച്ച് വരുന്ന അൽഷിമേഴ്സ് രോഗങ്ങളിൽ നിന്നും ഈ നോമ്പ് സ്ഥിരമായി എടുക്കുന്ന വ്യക്തികൾക്ക് പരിപൂർണമായും രക്ഷ പ്രാപിക്കാൻ കഴിയും. കാരണം നോമ്പെടുക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ BDNF ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടർ എന്ന പ്രോട്ടീന്റെ അളവ് 400% വരെ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത് ന്യൂറോജെനിസിസ് അഥവാ തളർന്നു പോയ നെർവ് സെൽസിനെ പുനർജനിപ്പിക്കുകയും ന്യൂറോപ്ലാസ്റ്റിസിറ്റി വളരെ പെട്ടെന്ന് ബ്രെയിനിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ന്യൂറോ പ്രൊട്ടക്ഷൻ ഡാമേജ് ആയ നെർവ് സെൽസിനെ റിക്കവർ ചെയ്യിക്കാനും കഴിയുന്നതാണ്. വർഷം മുഴുവനും എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് എപ്പോഴും ഒരേപോലെ ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. അത് ഇവൻച്വലി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന സിറ്റുവേഷനിലേക്ക് വരികയും ഇവ കാലക്രമേണ ചെറുതായ രീതിയിലുള്ള നെർവ് ഡാമേജുകൾ ബ്രെയിനിൽ വരുത്തുന്ന കാരണത്താലാണ് നേരത്തെ പറഞ്ഞ മാനസിക രോഗങ്ങളും മറവി രോഗങ്ങളും വരുന്നത്. ഈ നോമ്പെടുക്കുന്ന സമയത്തിൽ നമ്മുടെ ശരീരം ഒരു ചെറിയ കീറ്റോസിസ് മോഡിലേക്കാണ് പോകുന്നത്. അതായത് സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ ബോഡിയിലെ ഫാറ്റ് തന്നെ എനർജിയായി ശരീരം ഉപയോഗിക്കുന്ന ഒരു മെറ്റബോളിക് സ്റ്റേറ്റ് ആണ് ഈ കീറ്റോസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഓർമ്മശക്തി, ഏകാഗ്രത, ഹൈപ്പർ ഫോക്കസ്ഡ് ആയും എനർജറ്റിക് ആയും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും കൂടുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ് കൺട്രോൾഡ് ആയ രീതിയിൽ ശരീരത്തിനെ പട്ടിണിക്കിടുക അല്ലെങ്കിൽ നോമ്പെടുക്കുക എന്ന കർമ്മം.